ഹായ് ഫ്രണ്ട്സ്, ഷൈജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മധുര പലഹാരമാണ്. ഇത് എൻ്റെ സ്വന്തം റെസിപ്പി അല്ല കേട്ടോ. ഇത് നമ്മുടെ ലക്ഷ്മി മാമിൻ്റെ ഈ വർഷത്തെ ഓണ സീരീസിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു റെസിപ്പിയാണ്. ഈ വിഭവത്തിൻ്റെ പേര് മുന്തിരി കൊത്ത് എന്നാണ്. ഞാൻ ഇതിനു മുമ്പ് ഈ പലഹാരം കഴിച്ചിട്ടില്ല. പിന്നെ ഈ റെസിപ്പി ലക്ഷ്മി മാം ചെയ്തിരിക്കുന്ന അതേ രീതിയിലാണ് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. മുന്തിരിക്കൊത്തിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 1/4 കിലോ ശർക്കര, 1/4 കിലോ ചെറുപയർ, ഇത് കഴുകി ഉണക്കിയെടുത്തതാണ്. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി, ഒരു തേങ്ങ. ഈ തേങ്ങ നമുക്ക് ചിരവിയെടുത്തിട്ട് വറുത്തെടുക്കണം. പിന്നെ അതിൻ്റെ കോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള പച്ച അരിമാവ്, ഇതിൻ്റെ കൂടെ നമുക്ക് വറുത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ വേണം, കുറച്ച് മഞ്ഞൾപ്പൊടിയും വേണം. നമുക്ക് ആദ്യം ഈ തേങ്ങയൊന്ന് ചിരവി വറുത്തെടുക്കാം. അപ്പോൾ തേങ്ങ നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റിയിട്ട് ചെറുപയർ വറുത്തെടുക്കാം. ചെറുപയർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് ചൂടാറിയതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കാം. നമുക്ക് ഈ വെള്ളം ഒന്ന് ഉരുക്കിയെടുക്കാം. വെള്ളം പെട്ടെന്ന് ഉരുക്കി കിട്ടാൻ വേണ്ടി ഞാനൊന്ന് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇതിന് ആവശ്യമായിട്ടുള്ള വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി. വെള്ളം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ചേരുവകളൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ചെറുപയർ കണ്ടോ, ഇതൊരു മണൽ രൂപത്തിലാണ് നമ്മൾ പൊടിച്ചെടുത്തിരിക്കുന്നത്. ഒരുപാട് ഫൈനായിട്ട് പൊടിഞ്ഞു പോകരുത്. ഇതിലോട്ട് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഏലക്കപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഉരുട്ടിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള അളവ് ശർക്കരപ്പാവ് ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാവ് ഒരുപാട് കുറുകി പോകരുത്. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് അലിഞ്ഞ് കിട്ടുന്ന പരുവത്തിൽ മാത്രം എടുത്താൽ മതി. കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിലെന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ലക്ഷ്മി മാമിൻ്റെ വീഡിയോ ഒന്ന് പോയി ചെക്ക് ചെയ്താൽ മതി. അതിലവർ കറക്റ്റായിട്ട് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. നല്ല ടൈറ്റായിട്ട് ഉരുട്ടിയെടുക്കണം. അങ്ങനെ മൊത്തം ഉരുട്ടിയെടുത്തു കഴിഞ്ഞ് ഒരു 22 ഉരുളകൾ കിട്ടിയിട്ടുണ്ട്. ഇത് ഓരോന്നിനും ഓരോ ഷേപ്പാണ് ഉള്ളത്. ആരും ഒന്നും വിചാരിക്കില്ല. എന്തായാലും നമുക്കിതൊന്ന് റെഡിയായി വരുമ്പോൾ ഇതിൽ ടേസ്റ്റ് എങ്ങനെയുണ്ടാവും എന്ന് നോക്കാം. ഇനി നമുക്കിതിൻ്റെ മാവ് കലക്കിയെടുക്കാം. പച്ച അരിമാവാണിത്. ഒരു കളറ് കിട്ടാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒരു തിൻ പരുവത്തിൽ നമുക്കിതൊന്ന് കലക്കിയെടുക്കാം. ഈ പരുവത്തിൽ കലക്കിയെടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് വറുത്ത് കോരിയെടുക്കാം. ഞാൻ അടുപ്പിൽ സൺഫ്ലവർ ഓയിലാണ് വെച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ എടുക്കാൻ പാടില്ല. കുറച്ച് അധിക ദിവസം ഇരിക്കുന്ന പലഹാരം ആയതുകൊണ്ട് വെളിച്ചെണ്ണയാകുമ്പോൾ അത് കനച്ച് പോകും. നമുക്കിനി ഇതൊന്ന് പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മുന്തിരിക്കൊത്ത് റെഡി ആയിട്ടുണ്ട്. ഇത് 2 പ്രാവശ്യം ഇട്ടെടുത്തതും രണ്ടും 2 കളറിലാണ് ഇരിക്കുന്നത് കേട്ടോ. കണ്ടോ, ഒന്ന് ശരിക്കും ഒരു മുന്തിരിക്കൊത്തിൻ്റെ പരുവത്തിൽ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ അനുഭവം ഇല്ലാത്തത് കാരണം അറിയില്ല. ഇതുപോലെ 1-2 പൊട്ടിപ്പോയിട്ടുണ്ട്. ചെറിയ കുറച്ച് പാളിച്ചകളൊക്കെ ഉണ്ടായി, എങ്കിലും കുഴപ്പമില്ല. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും മറ്റൊരു വീഡിയോ കാണുന്നത് വരേക്കും ബൈ.